ഗൂഗിൾ ഷീറ്റ് ഉപയോഗിച്ച് ഇതുപോലൊരു പിക്സൽ ആർട്ട് വരയ്ക്കാൻ സാധിക്കുമോ എന്ന് നോക്കാം. ഗൂഗിളിൽ എങ്ങനെ ഒരു പിക്സൽ ആർട്ട് വരയ്ക്കാമെന്ന് നോക്കാം. ഇതേ രൂപത്തിൽ നമുക്ക് എക്സലിലും ചെയ്യാവുന്നതാണ്. അത് അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഗൂഗിൾ ഷീറ്റ് ഉപയോഗിച്ച് ഒരു പിക്സൽ ആർട്ട് എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഗൂഗിൾ ഷീറ്റ് എടുക്കുക, ബ്ലാങ്ക് സ്പ്രെഡ്ഷീറ്റ് സെലക്ട് ചെയ്യുക. ഈ കാണുന്ന ഓരോ ബോക്സും സെല്ലുകൾ എന്നാണ് അറിയപ്പെടുന്നത്. കൺട്രോൾ എ സെലക്ട് ചെയ്ത് എല്ലാ കോളം സെലക്ട് ചെയ്യുക. അല്ല എങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടും സെലക്ട് ചെയ്യാം. ഇത് കറക്റ്റ് ഒരു സ്ക്വയർ സൈസിലേക്ക് കൊണ്ടുവരണം. ചെറുതാക്കി കൊണ്ടുവരിക. കൺട്രോൾ എ കൊടുത്തത് അല്ലെങ്കിൽ എല്ലാ സെല്ലും സെലക്ട് ചെയ്യാനുള്ള കാരണം ഇവിടെ മാത്രം സൈസ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എല്ലാ ബോക്സിൻ്റെയും അല്ലെങ്കിൽ എല്ലാ സെല്ലിൻ്റെയും സൈസ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി ചെയ്യേണ്ടത് ഗൂഗിളിൽ സ്പ്രെഡ്ഷീറ്റ് പിക്സൽ ആർട്ട് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരുപാട് പിക്ചേഴ്സ് കാണാൻ സാധിക്കും. ഇതിൽ ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. എന്നിട്ട് അല്ലെങ്കിൽ നമുക്ക് പുതുതായിട്ടൊന്ന് ചെയ്യാനും സാധിക്കും. ഇവിടെ ഫോർമാറ്റ് ക്ലിക്ക് ചെയ്ത് കണ്ടീഷണൽ ഫോർമാറ്റ്, അതിനു മുമ്പ് സെൽസ് എല്ലാം സെലക്ട് ചെയ്യണം. അല്ലെങ്കിൽ ആ സെല്ലിന് മാത്രമേ അത് ബാധകമായി മാറുകയുള്ളൂ. കൺട്രോൾ എ ഉപയോഗിച്ച് എല്ലാം സെലക്ട് ചെയ്യുക. ഫോർമാറ്റ്, കണ്ടീഷണൽ ഫോർമാറ്റിംഗ്, ഇവിടെ A1 കോളം Z1000 എന്ന് പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്ത ഏരിയയാണ്, അതായത് ഈ സെല്ലുകളെല്ലാം. ഇവിടെ ഈസ് ഈക്വൽ ടു എന്നുള്ളത് ചൂസ് ചെയ്യുക. താഴേക്ക് പോയാൽ ഈസ് ഈക്വൽ ടു എന്ന് കാണാം. അതിൻ്റെ വാല്യൂ 1 ആണ് എങ്കിൽ എന്നാണ് കണ്ടീഷൻ കൊടുക്കുന്നത്. കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നതാണ്. ഇവിടെ 1ന് ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ കളറ് ബ്ലാക്ക് ആയിരിക്കണം എന്നുള്ളത് കൊടുക്കുകയാണ്. ഇവിടെ ടെക്സ്റ്റിൻ്റെ കളറും സെയിം കളർ കൊടുക്കുകയാണെങ്കിൽ ഇത് ഡിഫോൾട്ടായിട്ട് ബ്ലാക്ക് തന്നെ ആയിരിക്കും, അതുകൊണ്ട് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും സെയിം കളർ തന്നെയാണെങ്കിൽ ആ സെല്ലിൽ എഴുതിയിരിക്കുന്ന ടെക്സ്റ്റ് വിസിബിൾ ആയിരിക്കില്ല. 1 പ്രസ് ചെയ്തു. ഒന്നുകിൽ ആരോ കീ ഉപയോഗിച്ച് റൈറ്റ് സൈഡിലേക്ക് പോവാം, അല്ലെങ്കിൽ ടാബ് കീ യൂസ് ചെയ്യാം. ഇവിടേക്ക് 1 കൊടുക്കുമ്പോൾ ബ്ലാക്ക് കളർ വിസിബിളായി മാറും. കാരണം ഇവിടെ നമ്മൾ കണ്ടീഷൻ കൊടുത്തത് വാല്യൂ ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ അതിന് ബ്ലാക്ക് കളർ ആയിരിക്കണം എന്നുള്ളതാണ്. ഇനി നമ്മൾ പിക്ചർ ഐഡൻറ്റിഫൈ ചെയ്ത് ആ രൂപത്തിലേക്ക് വരയ്ക്കുക. ആരോ കീ ഉപയോഗിച്ച് അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടും സെൽ സെലക്ട് ചെയ്തിട്ട് ഈ രൂപത്തിൽ വരയ്ക്കുക.
കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്താലും മതി. ഇനി കോർണറിലേക്ക് ഈ രൂപത്തിൽ ചെയ്യുക. സെൽസ് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ചെറുതാക്കുകയോ വലുതാക്കുകയോ ഏത് രൂപത്തിലും ഇവിടെ ചെയ്യാവുന്നതാണ്. ഏത് രൂപത്തിലാണോ ഭംഗി എന്ന് വെച്ചാൽ ആ രൂപത്തിൽ മാറ്റുക. ഇനി ഉൾഭാഗത്ത് റെഡ് കളർ അപ്ലൈ ചെയ്യാം. അതിനു വേണ്ടിയിട്ട് സെൽസ് എല്ലാം സെലക്ട് ചെയ്യുന്നു. ആഡ് അനദർ റൂൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അതിൽ ഈസ് ഈക്വൽ ടു എന്ന് കൊടുക്കുന്നു. കളറ് റെഡ് കളറാക്കുന്നു. ടെക്സ്റ്റ് കളറും റെഡ് സെയിം കളർ തന്നെ കൊടുക്കുക. അല്ല എങ്കിൽ ഈ രൂപത്തിൽ ടെക്സ്റ്റ് വിസിബിൾ ആയിരിക്കുന്നതാണ്. ഇവിടെ വാല്യൂ വരാത്തത് ഈസ് ഈക്വൽ ടു എന്നുള്ള വാല്യൂ കൊടുക്കാത്തത് കൊണ്ടാണ്. 2 എന്ന് കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുന്നു. വാല്യൂ ടു റെഡ് കളർ ഓക്കെ എന്ന് കൊടുക്കുന്നു. 2 എന്ന് കൊടുത്തപ്പോൾ ടെക്സ്റ്റ് ഇവിടെ വിസിബിൾ ആയത് അതിൻ്റെ കളറും ബ്ലാക്ക് ആയതുകൊണ്ടാണ്. അതും സെയിം കളർ തന്നെ ആക്കിയതിന് ശേഷം ഓക്കെ കൊടുത്താൽ ഈ രൂപത്തിൽ വിസിബിൾ ആയിരിക്കുന്നതല്ല. ഇനി ഇത് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക.
അടുത്ത കണ്ടീഷൻ അപ്ലൈ ചെയ്യുക. ഡിഫോൾട്ടായിട്ട് ഈസ് നോട്ട് എംപ്റ്റി എന്നായിരിക്കും. അത് മാറ്റി കൊടുത്തിട്ട് ഈസ് ഈക്വൽ ടു എന്ന് ചൂസ് ചെയ്യുക. വാല്യൂ 3 എന്ന് കൊടുക്കുക. മറ്റൊരു കളർ ചൂസ് ചെയ്യുക. ടെക്സ്റ്റിനും അതേ കളർ ചൂസ് ചെയ്യുക. ഓക്കെ കൊടുക്കുക. ഇവിടെ അപ്ലൈ ആവാത്തത് എല്ലാ സെല്ലും ഒരുമിച്ച് സെലക്ട് ചെയ്യാത്തത് കാരണമായിരുന്നു. add another rule is equal to value 3, choose a color, text color also same, done. ഇവിടെ ഒരു ഷാഡോ കളർ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രൂപത്തിൽ മറ്റൊരു കളർ അപ്ലൈ ചെയ്തത്. Ctrl+C ഉപയോഗിച്ച് കോപ്പി ചെയ്തിട്ട് സെലക്ട് ചെയ്ത് Ctrl+V അപ്ലൈ ചെയ്താൽ അവിടെ പേസ്റ്റ് ആയിരിക്കുന്നതാണ്. അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു സെല്ല് സെലക്ട് ചെയ്ത് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് അവസാനത്തെ സെല്ല് സെലക്ട് ചെയ്യുക. എന്നിട്ട് Ctrl+V കൊടുത്താൽ അവിടെ സെയിം പാറ്റേൺ പേസ്റ്റ് ആയിരിക്കുന്നതാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് വ്യൂവിൽ പോവുക. അതിൽ ഷോ എന്നുള്ളതിൽ ഗ്രിഡ് ലൈൻസ് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഗ്രിഡ് ലൈൻസ് പോയതായിട്ട് കാണാം. അപ്പോൾ കുറച്ചും കൂടി ഭംഗിയായി കിട്ടാൻ നമുക്ക് വേണമെങ്കിൽ ഈ ഫയൽ മറ്റുള്ളവർക്ക് ഷെയർ കൊടുക്കാം. ഷെയർ ചെയ്യാനായി ഷെയർ ക്ലിക്ക് ചെയ്യുക.
സ്പ്രെഡ്ഷീറ്റിനെ നെയിം ചെയ്യുക. അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സ്പ്രെഡ്ഷീറ്റിൻ്റെ അൺടൈറ്റിൽഡ് സ്പ്രെഡ്ഷീറ്റ് എന്നതിന് നെയിം ചെയ്താലും മതി. സേവ് കൊടുക്കുക. ഷെയർ ചെയ്യേണ്ട ഇമെയിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വ്യൂവർ സെലക്ട് ചെയ്യുക. വ്യൂവർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അയക്കുന്ന ആൾക്ക് അത് കാണാൻ മാത്രമേ കഴിയുകയുള്ളൂ, എഡിറ്റ് ചെയ്യാൻ സാധ്യമല്ല. ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാൻ കണ്ടീഷണൽ ഫോർമാറ്റിൽ പോയി എംപ്റ്റി ആയത് സെലക്ട് ചെയ്യണം. എംപ്റ്റി സെലക്ട് ചെയ്തതിന് ശേഷം ഈസ് എംപ്റ്റി എന്നത് ചൂസ് ചെയ്ത് നമുക്ക് വേണ്ട കളർ ചൂസ് ചെയ്യുക. എന്നിട്ട് ഓക്കെ കൊടുത്താൽ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ കൺട്രോൾ എ കൊടുത്ത് സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ എംപ്റ്റി എന്നത് സെലക്ട് ചെയ്ത സെല്ലിന് മാത്രമായിരിക്കും ബാധകമാവുക. അതുകൊണ്ട് കൺട്രോൾ എ കൊടുത്ത് വേണം കണ്ടീഷണൽ ഫോർമാറ്റ് അപ്ലൈ ചെയ്യാൻ. ഇവിടെ ഡാർക്ക് കളർ ആയതുകൊണ്ട് കുറച്ചുകൂടി ബെറ്റർ ആയ ഓപ്ഷൻ ബാക്ക്ഗ്രൗണ്ട് കളർ യെല്ലോ ചെയ്യുന്നതാണ്.